അതല്ല, ഇഞ്ചിനീരാണ്. തൊണ്ടവനിക്ക് നല്ലതാണ് ഇഞ്ചിനീരും. പിന്നെ ഇതിനകത്ത് കുറച്ച് തേനും. സൂപ്പറാ. ഓക്കെ, വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, സ്കൂളിലുള്ള ഒരു ഫ്രണ്ട്, കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൂടെ കടന്നു പോയൊരു ഫ്രണ്ട് ചോദിച്ചു, ശ്രുതി ഭയങ്കര ഡാൻസർ ആയിരുന്നു ഇല്ലേന്ന് ചോദിച്ചതാണ്. ആക്ച്വലി എനിക്ക് ശരിയാണ്, ഞാൻ ഭയങ്കര ഡാൻസർ ആയിരുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം അല്ല എന്നതിനർത്ഥം ഉണ്ടല്ലോ. ഞാൻ 5 വയസ്സുള്ളപ്പോൾ മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി BA ഭരതനാട്യം വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കാലമായിട്ട് ഞാൻ ഡാൻസ് കളിക്കാറില്ല. ഞാൻ ഡാൻസുമായിട്ട്, ഭരതനാട്യം സ്പെഷ്യലി ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡാണ്. സമീപകാലത്ത് ഞാൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായി, എവിടെ മുതലാണ് ഞാൻ ഡിറ്റാച്ച് ആയ ഡാൻസ് ആയിട്ടുണ്ട്. ഞാൻ MA എഡ്യൂക്കേഷൻ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, സൈക്കോളജി ഓഫ് എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെ പല സംഭവങ്ങൾ പഠിച്ചു. സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷനൊക്കെ ശരിക്കും പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്നോ നഷ്ടപ്പെട്ട ദൈവവിശ്വാസം പൂർണ്ണമായിട്ടങ്ങ് പോയി. അതിൻ്റെ കൂടെ സേപ്പിയൻസ്, കുറേ പേര് ഇപ്പോൾ വായിച്ചിട്ടുണ്ടാവും, സേപ്പിയൻസ് ബുക്ക് വായിച്ചതോട് കൂടിയിട്ട്, പിന്നെ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ആളായതുകൊണ്ട് എല്ലാം സയൻസിൻ്റെ ലെൻസിലൂടെ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടും ദൈവവിശ്വാസം പോയി. ദൈവവിശ്വാസം പോയ സമയത്ത് ഡാൻസിൽ, പ്രത്യേകിച്ച് ഭരതനാട്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് ഫോമിലൊക്കെ കൂടുതലും ദൈവസ്തുതികൾ ആയിരിക്കും അതിൻ്റെ ലിറിക്സ്. പ്രത്യേകിച്ച് ഹിന്ദു ഐഡിയോളജി ബേസ്ഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തീരെ എനിക്ക് പറ്റാതെ. കാരണം അതിലുള്ള വരികൾ ഞാൻ വിശ്വസിക്കാത്തടത്തോളം അതെങ്ങനെ ഞാനതിൽ നൃത്തമാടും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായത്. ഞാൻ പോലും അറിയാതെ ഞാനാക്കിയ ഒരു കാര്യം, ഞാനാക്കുന്ന മറ്റൊരു കാര്യം കാരണം എവിടെയോ വെച്ചിട്ട് അതങ്ങ് നഷ്ടപ്പെട്ട്. കാരണം അക്കോർഡിംഗ് ടു മീ ദൈവവിശ്വാസവും പിന്നെ ഈ ലിറിക്സൊക്കെ ഉള്ള ദൈവത്തിനെ സ്തുതിക്കുന്ന, പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന പാട്ട് ഉള്ള ഡാൻസ് ഇതൊന്ന് ജെല്ലാവുന്നില്ല. അപ്പോൾ ആ ഒരു ക്രൈസിസാണ് എന്നെ ഒരു ഡാൻസർ എന്നുള്ളൊരു ഇതൊന്ന് പോക്കിയത്. പക്ഷേ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഡാൻസാണ് എന്നെ പല അർത്ഥത്തിലും ഞാനാക്കിയത്. എനിക്ക് ഒരു ലെവലേശം ഒരു സാധനത്തിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ചെറുപ്പത്തിൽ, പ്രത്യേകിച്ച്. ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ ഒന്നിലും ശ്രദ്ധിക്കാതെ നിൽക്കുന്നതുകൊണ്ട്, ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡഡ് ആയതുകൊണ്ട്, പിന്നെ അതിപ്പോൾ പോക്കിയാലേ ഞാൻ അടങ്ങുള്ളൂ. ഓക്കെ, അമ്മയാണ് എന്നെ ഡാൻസിന് കൊണ്ട് ചേർത്തിയത്. എനിക്ക് കുറച്ചും കൂടിയും നല്ലതാണല്ലോ സൈക്കോമോട്ടർ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഹാൻഡ് ഐ ഒക്കെ കോർഡിനേഷൻ ഒക്കെ കൂടുതലുണ്ടല്ലോ ഡാൻസിലൊക്കെ. അപ്പം മെല്ലെ മെല്ലെ അതൊക്കെ ബെറ്റർ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ എന്നെ ഡാൻസിൽ കൊണ്ട് ചേർക്കുന്നത്. പിന്നെ അമ്മേൻ്റെ ഉള്ളിൽ അമ്മയൊരു ഡാൻസർ ആവാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു ഇതും. ഓക്കെ, അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റീൻ്റെ പാർട്ടായിരുന്നു ഡാൻസ്. ഡാൻസ് കളിക്കുന്ന ശ്രുതിയല്ലേ സ്കൂളിലൊക്കെ. അപ്പം അന്ന് അറിയുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ഇത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം എന്താ,